ഇത് തന്നെ സംവിധാനം ചെയ്ത രോമാഞ്ചത്തിന്റെ സ്പിൻ ഓഫ് ആണ് ആവേശം എന്ന് കുറച്ച് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ആ മൂഡൊന്നും അല്ല. ആക്ഷൻ മൂവിയാണ്, ഒരു വയലൻസ് ആക്ഷൻ ആ മൂഡാണ് സിനിമ. ഇതിലെടുത്ത് പറയേണ്ടത് ഫഹദിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഫഹദിനെ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഫഹദ് അല്ലാതെ ഇനി ഈ റോളിലേക്ക് വേണ്ടി നമുക്ക് ഒരാളെ ചിന്തിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. പുള്ളി കോമഡി സമയത്തും എല്ലാ സമയത്തും സീരിയസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, പുള്ളി വേറെ എന്താണെന്ന് അറിയത്തില്ല. പുള്ളി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയാം, ഫഹദിനെ കാണാനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത ഫഹദിനെ കാണാൻ പറ്റും. സജിൻ ഗോപു കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അവരുടെ കോമഡി സീനും പുള്ളിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ പുള്ളിയുടെ ഡ്രൈവറായിട്ട് വരുന്ന ഒരു പുള്ളിക്കാരൻ, പിന്നെ 2 ബംഗാളികൾ, അവരുടെ സ്റ്റണ്ട് കാര്യങ്ങൾ പരിപാടികളെല്ലാം അടിപൊളിയായിരുന്നു. കോളേജ് സീൻസും കോളേജിലെ പിള്ളേരുമായിട്ടുള്ള കുറച്ച് പരിപാടികൾ കാണിച്ചത് ഒന്നും ഒരു ഗുമ്മായി. ഇപ്സിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മിഥുനെയാണ്. അടിപൊളിയായിരുന്നു. പുള്ളിയുടെ റോൾ അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നവരെല്ലാവരും അവരുടെ റോള് നരിയാക്കി ചെയ്തു. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് മൊത്തത്തിലെ സിനിമ ഒരു ഭയങ്കരമായ സിനിമ എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഫഹദ് ഉള്ളത് കൊണ്ടും ഫഹദിന്റെ പെർഫോമൻസ് ഉള്ളത് കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തിയ സിനിമയാണ്. അല്ലാതെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്കൊരു ആവറേജ് സിനിമ അനുഭവം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫഹദും സജിനും എല്ലാവരും കൂടെ വന്ന് കയറി കളിച്ച് പടത്തിന്റെ ലെവൽ തന്നെ മാറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ മൂവി റെക്കമെൻഡ് ചെയ്യുവാണ്. ഒരു വാച്ചബിൾ സിനിമയായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. ബോറടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കുറച്ച് സോങ്സും നല്ല BGM-ഉം കുറച്ച് കൈയടിക്കാനും കുറച്ച് ഗൂസ്പം പഠിക്കാനും ഒക്കെയുള്ള കുറച്ച് സീൻസ് ഒക്കെ കണ്ട് ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. അപ്പം ഓക്കെ.